ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് പാർവതി ശിവദേവത്തിൻ്റെ 48ാമത്തെ പാർട്ടിയിലേക്ക് പോയാലോ? ദിവസങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി. നാളെയാണ് കണ്ണൻ്റെയും പാർവണയുടെയും എൻഗേജ്മെൻറ്റ്. എല്ലാവരും അതിന് തിരക്കിലായിരുന്നു. എൻഗേജ്മെൻറ്റിനോടനുബന്ധിച്ച് തലേ ദിവസം തന്നെ രേവതി പാർവണയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. നിശ്ചയമായിട്ടും പാർവണയുടെ മുഖത്ത് സന്തോഷമൊന്നും കാണാത്തത് രേവതിയിലും എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അവൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. എല്ലാവരെയും വിട്ടുപോകുന്നതിനുള്ള സങ്കടമായിരിക്കുമെന്ന് അവൾക്ക് കരുതിയത്. തലേ ദിവസത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് രേവതി റൂമിലേക്ക് വന്നപ്പോഴേക്കും പാർവണ ഉറങ്ങിയിരുന്നു. പതിയെ അവളുടെ അരികിൽ വന്ന് കിടന്നു. മുഖം എല്ലാം എന്തോ വല്ലാതെ ആയിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ണൊക്കെ വന്ന് വീർത്തിരിക്കുന്നു. എന്തു പറ്റി ഈ പെണ്ണിന്? ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നുമില്ല. രേവതി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ബെഡിലിരുന്നു. അപ്പോഴാണ് ദേവ അവളെ വിളിച്ചത്. കുറേ നേരമായി വിളിക്കാൻ തുടങ്ങിയിട്ട് ഓരോ തിരക്കുകൾ കാരണം കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. രേവതി വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ദേവേട്ടാ, അവൾ ഫോൺ എടുത്തുകൊണ്ട് വിളിച്ചു. തിരക്കുകളെല്ലാം കഴിഞ്ഞോ ദേവുട്ടി? വലിയ തിരക്കൊന്നുമില്ല. നാളെ അല്ലേ എല്ലാ തിരക്കുകളും. എന്നിട്ട് പാർവണി എവിടെ? അവൾ ഉറങ്ങി. എന്താ പറ്റിയാവോ? മുഖത്തൊന്നും വലിയ സന്തോഷമില്ല. ആകെ ഒരു സങ്കടഭാവമാണ്. ചിലപ്പോൾ എല്ലാവരെയും വിട്ടുപിരിയുന്നതിൻ്റെ സങ്കടമായിരിക്കും. പക്ഷേ അതിന് കല്യാണമൊന്നുമല്ലല്ലോ, എൻഗേജ്മെൻ്റ് അല്ലേ? ഞാൻ കുറേ ചോദിച്ചു, അപ്പോൾ ഒന്നും പറയണില്ല. രേവതി പരിഭവത്തോടെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ ദേവു? ദേവ ചെറിയ മടിയോടെ ചോദിച്ചു. പറ ദേവേട്ടാ, എന്താ കാര്യം? അത് നിനക്ക് ഈ കണ്ണന് എത്ര കാലത്തെ പരിചയമുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാ തുമ്പി പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അത് പണ്ട് മുതലുണ്ട്. പക്ഷെ നേരിട്ടുള്ള പരിചയം അവിടെ തൃശ്ശൂർ വന്നിട്ടാ. എന്താ അങ്ങനെ ഇപ്പൊ ചോദിക്കാൻ ദേവേട്ടാ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല. നീ പറഞ്ഞത് കണ്ണന് പണ്ട് മുതലേ പാർവണി ഇഷ്ടാണെന്നല്ലേ? അതെ, കുറെ കാലമായി അവളെ ഇഷ്ടായിരുന്നു. പക്ഷെ ഈ അടുത്താണ് അവനത് തുറന്നു പറഞ്ഞത്. എന്നിട്ട് പാർവണി എന്താ പറഞ്ഞേ? ആദ്യം അവള് കുറെ എതിർത്തു. അവള് കണ്ണനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവള് കല്യാണത്തിന് സമ്മതിക്കുകയും ചെയ്തു. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. ചിലപ്പോ ഫസ്റ്റ് തന്നെ അവനോട് എസ് പറയാനുള്ളൊരു ചമ്മലായിരിക്കും. എന്നാ ശരി, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്. നീ എന്തായാലും കിടന്നോ. ദേവ കോള് കട്ട് ചെയ്യാൻ നിന്നുകൊണ്ട് പറഞ്ഞു. ദേവേട്ടൻ രേവതിയെ സംശയത്തോടെ ചോദിച്ചു. അപ്പൊ ശിവേട്ടനോ? ശിവ വരും എന്ന് തോന്നുന്നില്ല കേട്ടോ. അവന് ഓഫീസിൽ വർക്ക് ഉണ്ടെന്നാ പറഞ്ഞേ. അതുകൊണ്ട് അവൻ വരാൻ സാധ്യത കുറവാണ്. ഇന്ന് ശരി ദേവേട്ടാ, വർക്ക് നടക്കട്ടെ. അത് പറഞ്ഞ രേവതി കോള് കട്ട് ചെയ്തു. എന്നാലും ഇവൾക്ക് ഇത് എന്ത് പറ്റി? രേവതി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പതിയെ ഉറങ്ങി. ആദ്യമായി ഒരു പ്രണയ കഥ കേട്ട നിമിഷം മുതൽ ഞാൻ നിനക്കായുള്ള തിരച്ചിൽ തുടങ്ങി. ഒടുവിൽ ഞാൻ നീ എന്ന ആ പ്രണയത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് പ്രണയം അത്ര അന്ധമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ചുറ്റുമുള്ളതൊന്നും മനസ്സിലാക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഞാൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, നീ എനിക്കായി പിറന്നവനല്ലെന്ന്. എങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും എൻ്റെ പാതി നീയായിടാൻ ഞാൻ കൊതിക്കുന്നു. ഇതുവരെ പറഞ്ഞതിനും ശല്യപ്പെടുത്തതിനും മാപ്പ്. ഇനി നിനക്കായി ഈ ആത്മസഖി ഒരിക്കലും വരില്ല എന്ന് നിന്റെ സ്വന്തം ആത്മസഖി. തൻ്റെ പ്രിയപ്പെട്ടവനായുള്ള അവസാന പ്രണയ വരികൾ എഴുതുമ്പോൾ അവളുടെ ഉള്ളവും നീറിയിരുന്നു. കൈകൾ വിറച്ചിരുന്നു. കണ്ണീർ കാഴ്ചയെ മറച്ചിരുന്നു. അവസാനം ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ബെഡിലേക്ക് വീണു. പിറ്റേ ദിവസം എല്ലാവരും വിവാഹ നിശ്ചയത്തിലുള്ള തിരക്കായിരുന്നു. രണ്ടാളൊഴിച്ച് ആ വീട്ടിലെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഒരാൾക്ക് താൻ സ്നേഹിച്ച വ്യക്തിയെ മറന്ന് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നതിനുള്ള വേദനയായിരുന്നെങ്കിൽ, മറ്റൊരാൾക്ക് താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ
മറ്റൊരാളുടെ ആവാൻ പോകുന്നതിൻ്റെ വേദനയായിരുന്നു. 10 മണിയോടെ കണ്ണനും വീട്ടുകാരും എത്തിയിരുന്നു. 11 മണിക്കാണ് മോതിരമാറ്റം. അധികം ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2 പേരെയും വീട്ടുകാരും ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോതിരമാറ്റം നടക്കുന്ന സമയത്താണ് ദേവ അവിടേക്ക് എത്തിയത്. ദേവയെ കണ്ടതും പാർവണിയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ശിവയെ തിരഞ്ഞു. ശിവ വന്നിട്ടില്ല, 1-2 അർജന്റ് മീറ്റിംഗ് ഉണ്ട്. അവളുടെ നോട്ടം കണ്ട് ദേവ പറഞ്ഞു. ഒരു കണക്കിന് ചടങ്ങിന് ശിവ വരാതിരുന്നത് നന്നായി എന്ന് പാർവണിക്കും തോന്നിയിരുന്നു. 11:30 വിവാഹമോതിരമാറ്റം നടന്നു. പാർവണ എന്നെഴുതിയ മോതിരം അവൾ കണ്ണന്റെ കൈകളിൽ അണിയിച്ചു. ആർദ്രവ് എന്നെഴുതിയ മോതിരം കണ്ണൻ പാർവണയുടെ കയ്യിലും അണിയിച്ചു. കണ്ണന്റെ സാമീപ്യം പോലും പാർവണയെ നന്നായി അലോസരപ്പെടുത്തിയിരുന്നു. രേവതിയുടെ കല്യാണം കഴിഞ്ഞ് അടുത്ത ആഴ്ച പാർവണയുടെയും കണ്ണന്റെയും വിവാഹം നടത്താൻ എല്ലാവരും ചേർന്ന് നിശ്ചയിച്ചു. ഉച്ചയോടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. വീട്ടിൽ പാർവണിയും അച്ഛനും അമ്മയും ആരും മാത്രമായി. ദിവസങ്ങൾ വേഗത്തിൽ തന്നെ കടന്നുപോയി. രേവതിയുടെ വിവാഹ ദിവസം അടുക്കാറായി. പാർവണ വിവാഹ നിശ്ചയം കഴിഞ്ഞതിൽ പിന്നെ ആരോടും അധികം സംസാരിക്കാറില്ല. ഏതു സമയം എന്തൊക്കെയോ ആലോചിച്ച് മുറിയിൽ തന്നെ ഇരിക്കുന്നത് കാണാം. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ രേവതിയിൽ നിന്ന് അവൾ ഒരുപാട് അകന്നിരുന്നു. അധികം സംസാരിക്കാറില്ല. എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും. വിവാഹത്തിന് ഡ്രസ്സ് എടുക്കാൻ വരാൻ രേവതി ഒരുപാട് തവണ നിർബന്ധിച്ചുവെങ്കിലും അവൾ വന്നില്ല. നാളെയാണ് രേവതിയുടെ കല്യാണം. കല്യാണത്തലേന്ന് പാർവണി വരയില്ല എന്ന് വാശി പിടിച്ചെങ്കിലും ആരും അവളെ പിടിച്ച പിടിയാലെ വിളിച്ചുകൊണ്ടുപോയി. വൈകുന്നേരം ഹൽദി ഫംഗ്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആളും ബഹളവും പാർവണിയെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. പാർവണ അവിടെ നിന്നും പോകാനായി പലതവണ ശ്രമിച്ചുവെങ്കിലും രേവതി അവളെ തൻ്റെ കൂടെ തന്നെ നിർത്തി. രാത്രിയായതും തിരക്കെല്ലാം ഒരുവിധം ഒഴിഞ്ഞുപോയി. രേവതി വേഗം ഫംഗ്ഷൻ ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷ് ആവാനായി പാർവണിയുടെ അരികിലേക്ക് വന്നു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എൻ്റെ ഒപ്പം നീ ഒന്ന് വന്നേ. അത് പറഞ്ഞ രേവതി അവളെയും കൂട്ടി നേരെ ടെറസിൻ്റെ മുകളിലേക്ക് നടന്നു. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഇളം കാറ്റ് അവൾ ഇരുവരെയും തഴുകിപ്പോയി. തുമ്പി. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം രേവതി വിളിച്ചു. എന്താ ദേവു? പാർവണ അകലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ നിന്റെ പ്രശ്നം? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നിന്റെ സ്വഭാവത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയത്. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? രേവതി അവളെ നോക്കി ചോദിച്ചു. ഞാൻ നിന്നോട് കള്ളം പറയാറില്ലല്ലോ ദേവു. നിനക്ക് ശരിക്കും കണ്ണന് ഇഷ്ടല്ലേ? നിന്റെ സമ്മതത്തോടെയല്ലേ ഈ കല്യാണം നടക്കണേ? രേവതി അത് ചോദിച്ചതും പാർവണയുടെ മുഖം മാറി. അങ്ങനെയൊന്നുമില്ലേ ദേവു, അവൾ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് കണ്ണനോട് ഇഷ്ടമില്ല എന്നാണോ? അതോ? അവൾ പാതി പറഞ്ഞു നിർത്തി. നീ പോയി കിടന്നുറങ്ങാൻ നോക്കു ദേവു, നാളെ നേരത്തെ എണീക്കാനുള്ളതല്ലേ. പാർവണ വിഷയം മാറ്റാനേ പറഞ്ഞു. അങ്ങനെ നീ കാര്യം മാറ്റാനൊന്നും നോക്കണ്ട തുമ്പി. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. നിനക്ക് കണ്ണന് ഇഷ്ടമാണോ അതോ നിന്റെ സമ്മതത്തോടെയാണോ ഈ വിവാഹം? രേവതി ചോദിക്കുമ്പോൾ പാർവണയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷെ അവൾ അത് രേവതി അറിയാതിരിക്കാൻ തിരിഞ്ഞു നിന്നു. തുമ്പി, നിനക്ക് എന്താ പറ്റിയേ? രേവതി അവളുടെ തോളിൽ കൈവച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തിയതും പാർവണ ഒരു കരച്ചിലോടെ രേവതിയെ കെട്ടിപ്പിടിച്ചു. രേവതി പെട്ടെന്നൊന്നും ഭയന്നെങ്കിലും അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ തലോടി. എന്താ കാര്യം എന്നൊന്നും അറിയില്ലെങ്കിലും രേവതി അവളുടെ പുറത്ത് തട്ടി അവളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞതും അവളുടെ കരച്ചിൽ കുറഞ്ഞു വന്നു. അത് മനസ്സിലാക്കിയ രേവതി അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ കണ്ണുകൾ തുടച്ചു. എന്താ എൻ്റെ തുമ്പിക്കുട്ടിക്ക് പറ്റിയേ? അവളുടെ മുഖം തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റില്ല ദേവു, എനിക്ക് കണ്ണനെ ഒരിക്കലും വിവാഹം ചെയ്യാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും
കൂടെ എന്നെ നിർബന്ധിക്കുക ഈ കല്യാണത്തിന്. പാർവണ അത് പറഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. നീ ഇതെന്താ പറയണേ തുമ്പി? നിനക്ക് കണ്ണന് ഇഷ്ടമായിരുന്നോണ്ടല്ലേ ഈ കല്യാണത്തിന് നീ സമ്മതിച്ചു നിശ്ചയം കഴിഞ്ഞതും? അല്ല, എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചുകൊണ്ടാ ഞാനങ്ങനെ ചെയ്തേ. അല്ലെങ്കിൽ അച്ഛൻ. അവൾ പാതി പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങിയതും രേവതി അവളെ ആശ്വസിപ്പിച്ചു. നീ ഇങ്ങനെ കരയാതെ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കണ്ണനെ നിനക്കൊന്ന് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചൂടെ? കണ്ണൻ നല്ലവനാണ്, അവന് നിന്നെ ജീവനാണ്, അതെനിക്കറിയാവുന്നയാ, ഞാൻ കണ്ടിട്ടുള്ളതാ. എനിക്ക് അതിനൊന്നും അറിയില്ല. പക്ഷെ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടം. അവൾ പറയാൻ വന്ന് പെട്ടെന്ന് നിർത്തി. നീ എന്താ പറഞ്ഞു തുമ്പി? രേവതി അമ്പരപ്പോട് ചോദിച്ചു. എനിക്ക് ശിവ ഇഷ്ടമായിരുന്നു ദേവു. പക്ഷെ അവൻ. പാർവണ കരഞ്ഞുകൊണ്ട് കണ്ണൻ ശിവയെ കാണാൻ പോയതും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. കണ്ണൻ എൻ്റെ കഴുത്തിന് താലി കെട്ടേണ്ട ഒരവസരം വന്ന പിന്നെ ഈ പാർവണ ജീവിച്ചിരിക്കില്ല, നോക്കിക്കോ എല്ലാവരും. അത് പറഞ്ഞ് പാർവണ താഴേക്ക് ഓടി. രേവതി അവൾ പറയുന്ന കേട്ട് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. നിഴൽ പോലെ കൂടെ ഉണ്ടായിട്ടും അവളുടെ മനസ്സിലുള്ളത് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് രേവതിക്കും വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ദേവേട്ടനെ അറിയിക്കണം. ഇതൊന്നും ദേവേട്ടനെ അറിഞ്ഞു കാണാൻ വഴിയില്ല. ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയായിരുന്നു. അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദേവിയെ ഫോണിൽ വിളിച്ചു. ആദ്യത്തെ റിങ്ങിൽ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ദേവുട്ടി, സോറി ചേട്ടൻ കുറച്ച് ബിസിയാണ്, തിരക്കെല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. അത് പറഞ്ഞ ദേവ വീണ്ടും കോൾ കട്ട് ചെയ്തു. എന്തായാലും ഉടനെ തന്നെ ഈ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം. പാർവണ പറഞ്ഞൊന്നും തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അറിഞ്ഞതനുസരിച്ച് ശിവ അത്തരത്തിലൊരാളല്ല. പക്ഷെ കണ്ണൻ ഇങ്ങനെയൊക്കെ അവളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ എവിടെയോ എന്തൊരു തകരാറ് പോലെ അവൾ മനസ്സിൽ ഓർത്തു. ഇക്കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദേവേട്ടൻ തന്നെ ഒരു ഉചിതമായിട്ടൊരു പരിഹാരം കണ്ടെത്തും. അവൾ മനസ്സിൽ സ്വയം ആലോചിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. രേവതി വരുമ്പോഴേക്കും രശ്മിയും പാർവണിയും ഉറങ്ങിയിരുന്നു. രണ്ടുപേരുടെയും മുഖത്ത് നല്ല ക്ഷീണമുള്ളതുപോലെ അവൾക്ക് തോന്നി. അവൾ പുഞ്ചിരിയോടെ ഇരുവരെയും നെറുകിൽ തലോടിക്കൊണ്ട് ബെഡിൽ കിടന്നു. കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നെങ്കിലും ഉറക്കം വരുന്നില്ല. മനസ്സിൽ പാർവണ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. രേവയാണെങ്കിൽ തിരിച്ചു വിളിക്കുന്നുമില്ല. ഇതെല്ലാം അവനോട് പറയാതെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരം പോലെ അവൾക്ക് തോന്നി. കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് പതിയെ ഉറങ്ങി. രാവിലെ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് അവർ ഉറക്കം ഉണർന്നത്. വേഗം പോയി കുളിച്ച് അമ്പലത്തിൽ പോവാൻ നോക്ക്, അമ്മ അവളെ വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞ ശേഷം അമ്മ മുറി വിട്ട് പുറത്തേക്ക് പോയി. തുമ്പി എണീക്ക്, രേവതി അവളെ തട്ടി വിളിച്ചു. അത് കേട്ട് പാർവണ വേഗം തന്നെ എഴുന്നേറ്റു. അമ്പലത്തിൽ പോകണം, വേഗം കുളിച്ച് റെഡിയാവാൻ നോക്ക്. അത് പറഞ്ഞാൽ പാർവണ വരുന്നില്ല എന്ന് പറയുമെന്ന് രേവതി കരുതിയത്. എന്നാൽ തൻ്റെ പ്രതീക്ഷയെ തെറ്റിച്ചുകൊണ്ട് അവൾ വേഗം തന്നെ ഡ്രസ്സുമായി ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. രശ്മിയെ അമ്പലത്തിലേക്ക് വിളിച്ചെങ്കിലും അവൾ ഉറക്കച്ചടവോടെ വീണ്ടും ബെഡിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. രേവതിയും പാർവണിയും കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് ഇറങ്ങി. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ചെറിയ അമ്പലമായതിനാൽ തിരക്ക് കുറവാണ്. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. അവർ ഇരുവരും ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് പ്രസാദം വാങ്ങി. പോവല്ലേ? രേവതി പാർവണിയോട് ചോദിച്ചു. നീ നടന്നു, ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞ് പാർവണ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ക്ഷേത്ര നടയിൽ തന്നെ നിന്നു. എൻ്റെ മഹാദേവ, എൻ്റെ ദേവുവിന് നല്ലൊരു ജീവിതം കിട്ടണേ. ഇനി ജീവിതത്തിൽ സങ്കടപ്പെടാനുള്ള ഒരവസരം അവൾക്ക് ഉണ്ടാക്കല്ലേ. ഞാൻ അവളെ വിട്ടുപോയാലും അത് സഹിക്കാനുള്ള മനഃശക്തി അവൾക്ക് കൊടുക്കണേ. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു തന്നെ അവൾ നിന്നു. ഒരു തണുത്ത കാറ്റ് ആ സമയം അവളെ തഴുകിപ്പോയി.
അത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഒരു പുത്തൻ ഉണർവ് നൽകുന്നതായി അവൾക്ക് തോന്നി. കഴുത്തിലെന്തോ ചെറുതായി ഒരു തണുപ്പ് തോന്നിയതും അവൾ ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. തൻ്റെ കഴുത്തിൽ മഞ്ഞ ചരടിൽ കോർത്ത് കുഞ്ഞു താലി കണ്ടതും അവൾ ഞെട്ടിത്തെറിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളെ തന്നെ നോക്കി. ശിവ! അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. നീ എന്താണ് കഴുതിയെ? അത്ര ആളുകൾ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിട്ട് നീയും നിന്റെ കണ്ണന് സന്തോഷമായിട്ട് ജീവിക്കാന്നോ? ശിവ അങ്ങനെ ഒരു കാര്യം വെറുതെ വിട്ട് കളയുന്ന ആളല്ല. എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സഹിതം തിരിച്ചു വന്നിരിക്കും. ശിവ പറയുന്നതെല്ലാം കേട്ട് അതേസമയം ഒന്നും മനസ്സിലാവാതെ നിൽക്കുമായിരുന്നു പാർവണ. അപ്പോൾ നമ്മുടെ ഈ പാട്ട് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു. ബൈ. ഗോഡ് ബ്ലെസ് യു.